സോ ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ യൂസേഴ്സിന് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്റ്റീജ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫങ്ഷണാലിറ്റിയാണ് പ്രൈവസി. എന്നിട്ടും നമ്മളിൽ പല ആളുകൾക്കും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഐഫോണിലെ നിരവധിയായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രൈവസി സെറ്റിങ്സും ഓപ്ഷൻസും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ബേസിക് ആയിട്ടുള്ള ഏത് ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്കും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് വെച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈവസി സെറ്റിങ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിയോ ടാഗിങ് ആണ്. അത് നമ്മളെ ഫോട്ടോസ് ആപ്പിനകത്താണ്. ഈ ഒരു ജിയോ ടാഗിങ് അല്ല ഇതിനകത്തെ പ്രോബ്ലം. അതായത് എല്ലാ ഫോണിലും ഇപ്പം നമുക്കറിയാം, ഏത് ഫോൺ എടുത്താലും ഐഫോൺ മാത്രമല്ല എല്ലാ ഫോണിലും നമ്മളെടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ എടുക്കുന്ന വീഡിയോ അത് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ അത് ടാഗ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം ഫോട്ടോ ആപ്പിനകത്ത് പോയി ആ ഒരു സ്പെസിഫിക് ഫോട്ടോ എടുക്കുവാണെങ്കിൽ മേലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിത് ഈ ഫോട്ടോ ഇവിടെയാണ് എടുത്ത് എന്നുള്ള ലൊക്കേഷൻ താഴെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ മേളിലാണ് ഞാൻ പറയാൻ പോകുന്ന ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. സെറ്റിങ്സിനകത്ത് പോവുക, നമ്മൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഇതിനകത്ത് സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കും. അതിലേറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ മസ്റ്റായിട്ടും ഡിസേബിൾ ആയിട്ട് വെക്കേണ്ട ഒരു ഓപ്ഷനാണ് എൻഹാൻസ് വിഷ്വൽ സെർച്ച് എന്നുള്ളത്. ഇത് എല്ലാവരുടെയും ഡിവൈസിൽ ചിലപ്പം എനേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഈ ഫീച്ചർ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അലൗ ദിസ് ഡിവൈസ് ടു പ്രൈവറ്റ്ലി മാച്ച് places in your photos with a global index maintained by Apple. So you can search by almost any landmark or point of interest. സോ നമ്മളെടുക്കുന്ന ഫോട്ടോസ് വെച്ച് ക്രോസ് വെരിഫൈ ചെയ്ത് ലാൻഡ്മാർക്കുകളും പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് പ്ലേസുകളും വളരെ എളുപ്പത്തിൽ ഈ ഒരു ഫങ്ഷണാലിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഈ ഒരു ഡിവൈസിൽ എടുക്കുന്ന ഫോട്ടോസിന് സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ടാമതെന്ന് പറയുന്നത് ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഒറ്റ സെറ്റിംഗ് ഉപയോഗിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കേണ്ട ഒരു ഫീച്ചറാണ് അറ്റൻഷൻ അവയർനെസ് ഫീച്ചർ. അത് നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഇതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഐഫോൺ വിൽ ചെക്ക് ഫോർ അറ്റൻഷൻ ബിഫോർ ഡിമ്മിങ് ദ ഡിസ്പ്ലേ, എക്സ്പാൻഡിങ് എ നോട്ടിഫിക്കേഷൻ വെൻ ലോക്ക്ഡ് ഓർ ലോവറിങ് ദ വോളിയം ഓഫ് സം അലേർട്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ കോൾ വരുന്ന സമയത്ത്, നമുക്കൊരു കോൾ വരുവാണ്, ആ കോൾ വരുന്ന സമയത്ത് അതിൻ്റെ റിംഗ് ടോൺ നല്ല ഒച്ചത്തിലായിരിക്കും കേൾക്കുന്നത്. എന്നാൽ നമ്മൾ ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ കോൾ ഏതാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഷൻ അവയർനെസ് ഫീച്ചർ എനേബിൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ID നമ്മളെ ഡിറ്റക്റ്റ് ചെയ്യുകയും ഈ ഡിവൈസ് അൺലോക്ക് ആകുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു വോളിയത്തിൻ്റെ, അതായത് ആ റിംഗ് ടോണിൻ്റെ സൗണ്ട് പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ആകുന്നത്. കാരണം നമ്മൾ ആ ഒരു കോൾ കണ്ടു, അതുകൊണ്ടാണ് സൗണ്ട് ഡ്രോപ്പ് ആകുന്നത്. മിക്കവരും കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കോള് വന്നു കഴിഞ്ഞ് കോൾ നോക്കുമ്പം അതിൻ്റെ വോളിയം അല്ലെങ്കിൽ റിംഗ് ടോൺ സൗണ്ട് ഡ്രോപ്പ് ആകുന്നു എന്നുള്ളത്. ഇത് ആക്ച്വലി ഒരു ഇഷ്യൂ അല്ല, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചറാണ്. കാരണം പബ്ലിക് സ്പേസിലൊക്കെ നിൽക്കുമ്പം നമ്മൾ ഈ ഒരു സൗണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ നമ്മളുടെ ഡിവൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈസ് അൺലോക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു വോളിയം അങ്ങ് ലോവർ ആകും. അതുപോലെ ഡിസ്പ്ലേ ഡിം ആകുന്നതും നോട്ടിഫിക്കേഷൻ എക്സ്പാൻഡ് ആകുന്നതും എല്ലാം ഈ ഒരു ഫങ്ഷണാലിറ്റി എനേബിൾ ചെയ്യുന്നതുകൊണ്ടാണ്. 3, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഫീച്ചറാണ്. ഇത് നമുക്ക് ഓൾറെഡി ഉള്ള ഡിവൈസിൻ്റെ സെക്യൂരിറ്റിയുടെ മുകളിൽ വരുന്ന ഒരു സെക്കൻഡ് കോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ്. കാരണം ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻ കേസ് ആരെങ്കിലും നമ്മളുടെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ തട്ടി പറിച്ചുകൊണ്ട് പോയാൽ, ഈവൻ ദോ നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇത് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫോൺ അൺലോക്ക്ഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ കിട്ടുന്ന ഫോൺ അവർ ആപ്പിൾ ID റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് പാസ്കോഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആകാതെ അവർക്ക് ഈ പറഞ്ഞ ആപ്പിൾ ID ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഫോണിൻ്റെ പാസ്കോഡ് ചേഞ്ച് ചെയ്യാനോ സാധിക്കത്തില്ല. ഇനി ഈ പറഞ്ഞ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ നടക്കുന്നതിന് മുന്നേ 1 hour ഡിലേ ആണ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. സോ 1 hour ഡിലേ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഫേസ് ID ഒത്തൻറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ IDയും ഫേസ് IDയും അല്ലെങ്കിൽ പാസ്കോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇങ്ങനെ നീണ്ടൊരു ഡിലേയും പ്രോസസ്സുകളും ഉള്ളതുകൊണ്ട് തന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ വ്യക്തിക്ക് ഈ ഫോൺ കൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രയോജനം ഉണ്ടാകത്തില്ല. സോ അതിനെ തടയാൻ സാധിക്കുന്ന ഒരു സെക്കൻഡ് ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ. ഇത് മസ്റ്റായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇതിങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൾവേസ് ഫ്രം ഫെമിലിയർ ലൊക്കേഷൻ. ഫെമിലിയർ ലൊക്കേഷൻ മീൻസ് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന വീടാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ എനേബിൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അത് വർക്കാകത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കഫേ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ആയിക്കോട്ടെ, ഈ സ്ഥലങ്ങളിൽ മാത്രം ഈ ഒരു ഫേസ് ID അല്ലെങ്കിൽ ഈ ഒരു ഡിലേ ഉണ്ടാകത്തില്ല. ഡിലേനെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓൾവേസ് ഓൺ മൈ ഫെമിലിയർ ലൊക്കേഷൻ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾവേസ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെയാണ് ആക്സസ് വെൻ ലോക്ക്ഡ്. ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസ് ഇപ്പം ലോക്ക് ആയേക്കുവാണ്.
ലോക്ക് അയക്കുന്ന ഡിവൈസ് ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് വേണമെങ്കിൽ നമ്മുടെ ഡിവൈസ് എയർപ്ലെയിൻ മോഡിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ, ബ്ലൂടൂത്ത്, സെല്ലുലാർ ഡാറ്റ, നമ്മുടെ മൊബൈൽ ഡാറ്റ ഇതെല്ലാം ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഫേസ് ഐ ഡി ഓതൻറ്റിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വായിക്കാം, അതിലുള്ള മെസ്സേജുകൾ വായിക്കാം. ഈവൻ സെർച്ച് പോലും നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്താൽ സെർച്ച് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റും മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രൈവസി കൺസേൺ നമ്മളുടെ ലോക്ക് സ്ക്രീനിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രോബ്ലം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴത്തുള്ള ഈ ഒരു ഓപ്ഷൻ. അതിൽ ടുഡേ വ്യൂ ആൻഡ് സെർച്ച്, നോട്ടിഫിക്കേഷൻ സെൻറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവ് ആക്ടിവിറ്റീസ് എനേബിൾ ചെയ്ത് വെക്കാം. സിരി വേണ്ടവർക്ക് എനേബിൾ ചെയ്യാം. ലോക്ക് സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് സിറിനെ ആക്സസ് ചെയ്യണം, മറ്റു പല കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അവിടെ തന്നെ കീപ്പ് ചെയ്യാം. റിപ്ലൈ വിത്ത് മെസ്സേജസ്, ഹോം കൺട്രോൾസ്, വാളറ്റ് ഇത് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. റിട്ടേൺ മിസ് കോൾ വേണമെന്നുണ്ടെങ്കിൽ ഡിവൈസ് അൺലോക്ക് ആകാതെയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. പിന്നെ ആക്സസറീസ്, മറ്റ് തേർഡ് പാർട്ടി ആക്സസറീസ് എന്തെങ്കിലും കണക്ട് ചെയ്താൽ അത് അലൗ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അത് ആക്സസ് ആകാതിരിക്കുക എന്നുള്ളതും നമുക്കിത് ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിവൈസ് കംപ്ലീറ്റ്ലി സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലെ 5ാമത്തെ സെറ്റിംഗ് ആണ്, നിങ്ങൾ സെറ്റിങ്സിൽ തന്നെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം കാണുന്ന സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ആപ്ലിക്കേഷൻസിന് എത്ര മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനോ ലോക്ക് ചെയ്യാനോ വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല സ്ക്രീൻ ടൈം. അതിലുപരി ഇതിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് റെസ്ട്രിക്ഷൻ. ഈ കണ്ടൻറ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും ചില ആളുകളുടെയെങ്കിലും ഡിവൈസിൽ ഇത് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. ചിലപ്പം നിങ്ങളുടെ ഡിവൈസിൽ ഇത് എനേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ സെറ്റിങ്സിൽ പോയിട്ട് ഇത് ഈ ഒരു ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് ഡു നോട്ട് അലൗ കൊടുത്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ആപ്പിൾ അക്കൗണ്ട് അത് ഡു നോട്ട് അലൗ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തവരുടെ ഫോൺ അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ആപ്പിൾ ഐ ഡി അവിടെ ഗ്രേ ഔട്ടായിട്ട് കിടക്കുന്നത്. അത് നമുക്ക് ആക്സസ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്താലൊന്നും അതിലേക്ക് ഓപ്പൺ ആയി പോകത്തില്ല. അതോടൊപ്പം തന്നെ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ നമ്മളുടെ സെറ്റിങ്സിൽ നിന്ന് കാണത്തില്ലായിരിക്കും. സോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവരുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടാകും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീൻ ടൈമാണ്. സോ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നവർ സ്ക്രീൻ ടൈം റെസ്ട്രിക്ഷൻസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഈ പറഞ്ഞ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് അലൗ കൊടുക്കുക. അതോടൊപ്പം തന്നെ അക്കൗണ്ട് അലൗ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതേ റെസ്ട്രിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾഡ് അയക്കുന്ന ഡിവൈസിൽ നമുക്ക് സിറി ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ AI ഫീച്ചേഴ്സ് ഇതിൽ വർക്കാകണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. സോ ഇമേജ് ക്രിയേഷൻ വേണോ വേണ്ടയോ എന്നുണ്ടെങ്കിൽ ഡു നോട്ട് അലൗ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ക്രിയേഷൻ ഈ ഒരു ഡിവൈസിൽ വർക്കാകത്തില്ല. അതുപോലെ തന്നെ ChatGPT അതിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് വർക്കാണോ അത് ഡു നോട്ട് അലൗ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് പാർഷ്യലി ഇതിനകത്ത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻ ഉപയോഗിച്ച് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ 6ാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് സെറ്റിങ്സിൽ തന്നെ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് ലൈബ്രറിയുടെ തൊട്ട് താഴെയുള്ള സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹെൽപ്പ് ആപ്പിൾ ഇംപ്രൂവ് സെർച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ഇംപ്രൂവ് സെർച്ച് ബൈ അലൗവിങ് ആപ്പിൾ ടു സ്റ്റോർ ദ സെർച്ചസ് യു എൻ്റർ ഇൻ സഫാരി, സിറി ആൻഡ് സ്പോട്ട്ലൈറ്റ് ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു യു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സിറിയിലും സഫാരിയിലും സ്പോട്ട്ലൈറ്റിലും നമ്മൾ നടത്തുന്ന സെർച്ചുകളുടെ എല്ലാം ഒരു ഡേറ്റ അല്ലെങ്കിൽ കോപ്പി അത് സ്റ്റോർ ചെയ്ത് വെക്കും. അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഡിസേബിൾ ചെയ്യുന്നതിലൂടെ. സോ അത് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു അഡീഷണൽ കാര്യമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ സജഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് ഡിസേബിൾ ചെയ്യുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ചില സർട്ടൺ ഫംഗ്ഷനാലിറ്റീസ് വർക്കാകത്തില്ല. ഞാനിവിടെ ഹോം സ്ക്രീനിൽ പോയിട്ട് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സെർച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ മറ്റ് ആപ്ലിക്കേഷൻസോ സജഷൻസോ ഒന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സെർച്ച് ചെയ്യുന്ന ടേം എന്താണോ, ഇപ്പം ഹോം എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യുമ്പം ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും. അത് ബേസ് ചെയ്തുള്ള മറ്റ് സജഷൻസ്, ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന കാണാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ വെറുതെ എനേബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ഓപ്പൺ ആക്കുമ്പം ഇത് വരുന്നതല്ല. ഇതിൽ അടുത്ത നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് തൊട്ട് താഴെയുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി ആപ്പ് ആക്സസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. അതിൽ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് ആപ്പിൾ ഇൻ്റലിജൻസ് അതിനകത്ത് വർക്കാകണം അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റാസൊക്കെ മനസ്സിലാകണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാൻ സാധിക്കും. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം BHIM അത് നമുക്കറിയാം, നമ്മളുടെ ബാങ്കിങ് ആപ്പ് അല്ലെങ്കിൽ
UPI ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇതിനെപ്പറ്റിയൊന്നും സിറിക്ക് അറിയേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ സിറിയുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി സിറി ആപ്പിൾ ഇൻ്റലിജൻസിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻസിനെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതിലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് പ്രൈവസി ആൻഡ് സെറ്റിങ്സ്. പ്രൈവസി ആൻഡ് സെറ്റിങ്സിനെ പറ്റി നിരവധി വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ബാറ്ററി കൺസംഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ലൊക്കേഷൻ സർവീസസ്. അതിൽ ലൊക്കേഷൻ സർവീസസ് ഒരിക്കലും ഞാൻ ഡിസേബിൾ ചെയ്യാൻ പറയത്തില്ല. അത് മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഫൈൻ മൈയും നമ്മൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്തിരിക്കണം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള സിസ്റ്റം സർവീസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഡിസേബിൾ ചെയ്ത് വെക്കുന്നത് കാണാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ 2 ഗുണങ്ങൾ കിട്ടും. ഒന്ന്, നമ്മുടെ ഡിവൈസ് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. 2, നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് തടയാനും സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ ഈ സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ ചില ഫങ്ഷണാലിറ്റീസൊക്കെ വർക്ക് ചെയ്യാൻ, അതോടൊപ്പം തന്നെ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് ഒക്കെ വർക്ക് ചെയ്യാൻ നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ വർക്കാകത്തുള്ളൂ. സോ അതൊഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഡിസേബിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. ലൊക്കേഷൻ സർവീസസിൻ്റെ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോൺടാക്ട്സ്, ഫോട്ടോസ്, ഹെൽത്ത്, ഹോം കിറ്റ്, അതോടൊപ്പം തന്നെ വാളറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് നമ്മളുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ യൂസറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇതിൽ കോൺടാക്ട്സ് അല്ലെങ്കിൽ ഫോട്ടോസ് പോലുള്ള ആപ്ലിക്കേഷൻ, ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ കോൺടാക്ട്സും ഫോട്ടോസും ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ അത് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. സോ കോൺടാക്ട്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1231 കോൺടാക്റ്റുകളാണ് എനിക്കുള്ളത്. ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫുൾ കോൺടാക്റ്റുകൾ ആക്സസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലിപ്പം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു. എനിക്ക് ഈ ഒരു ഇൻറ്റലിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് എൻ്റെ ഫുൾ കോൺടാക്ട്സ് ഷെയർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ലിമിറ്റ് ആക്സസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നൺ കൊടുക്കാം. നൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മളുടെ യൂസർ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോസും ഇതുപോലെ തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് കൊടുക്കണം, ആക്സസ് കൊടുക്കണം, ഫുള്ളി പാർഷ്യലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മസ്റ്റായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് ഇത്. അപ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സാണ് ഒരു ഐഫോൺ യൂസർ എന്ന നിലയിൽ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞു വെക്കേണ്ട പ്രൈവസി സെറ്റിങ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.